ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രോഷ്യ ലീഫാണ് കേട്ടോ. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആക്രിലിക് യാണാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ യാണാണ് ഉള്ളതെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ പിന്നെ ഹുക്കിൻ്റെ കാര്യം എല്ലാവർക്കും അറിയണ്ടാവില്ല. നമ്മൾ ഏത് യാണാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സൈസിനനുസരിച്ചുള്ള കറക്റ്റ് ഹുക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. 4 5 ചെയിൻ സ്റ്റിച്ച്. ആ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രബിൾ ക്രോഷാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹുക്കിൻ്റെ മേലെ കൂടെ 2 പ്രാവശ്യം ഈ യാണ് നമുക്ക് ചുറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചില്ലേ അതിലോട്ടിട്ടിട്ട് ലൂപ്പ് പുള്ള് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ 2 ലൂപ്പ് കൂടെ പുള്ള് ചെയ്തെടുക്കുക, പിന്നെ അടുത്ത 2 ലൂപ്പ്, അങ്ങനെ 2 ലൂപ്പ് വെച്ച് പുള്ള് ചെയ്ത ശേഷം അത് ക്ലോസ് ചെയ്യാണ്. അതാണ് കേട്ടോ ട്രബിൾ ക്രോഷ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ 3 എണ്ണമാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചിലോട്ട് ചെയ്യാൻ പോകുന്നത്. 3 ട്രബിൾ ക്രോഷ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ എന്താ പറയുക 2 ലൂപ്പ് കൂടെ മാത്രം ഇട്ടെടുക്കാൻ ശ്രമിക്കുക. ഒരുമിച്ച് 3 എണ്ണത്തിലോ 4 എണ്ണത്തിലോ ഒന്നും ഇടരുത്. ആദ്യത്തെ 2 എണ്ണം, പിന്നെ അടുത്ത 2 എണ്ണം, പിന്നെ അടുത്ത 2 എണ്ണം, അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ടോട്ടൽ ചെയ്യാനുണ്ടാവുക. അങ്ങനെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഡബിൾ ക്രോഷാണ്. അതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവില്ല അല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ഹുക്ക് കൂടെ യാണ് റൊട്ടേറ്റ് ചെയ്ത ശേഷം ഈ സെയിം ഇതേപോലെ തന്നെ ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ ഇട്ടെടുക്കുക, 2 ലൂപ്പ് കൂടെ ഇട്ടെടുക്കുക, അതേപോലെ തന്നെ അടുത്ത 2 ലൂപ്പ് കൂടെ ഇട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ക്ലോസ് ആവും. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരത്തിലുള്ള 3 എണ്ണമാണ് കേട്ടോ. 3 ഡബിൾ ക്രോഷാണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു 3 ഡബിൾ ക്രോഷ് ചെയ്ത ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ട്രബിൾ ക്രോഷാണ് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം നമ്മുടെ ഹുക്ക് കൂടെ നമ്മൾ യാൺ ഓവർ ചെയ്തെടുക്കണം. അതിനുശേഷം 2 ലൂപ്പിൽ വെച്ചിട്ട് പുള്ള് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ആ ഒരു ലീഫിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിൽ എന്താണ് ചെയ്തത് ആ സെയിം തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം 3 ഡബിൾ ക്രോഷേ, അതിനുശേഷം 3 ട്രിപ്പിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് അതോടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 3 ഡബിൾ ക്രോഷേ ചെയ്യുക, അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചും കൂടെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എന്താണ് ചെയ്തത് അത് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. അത് ചെയ്ത ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. ആ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു ഹാർട്ടിൻ്റെ നമ്മുടെ ഫസ്റ്റിലത്തെ ലീഫ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സെയിം ഇതിൽ തന്നെയാണ് അടുത്ത ലീഫും കൂടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള രീതിക്ക് ഇത്തരത്തിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അധികം വലിയ ഡിസ്റ്റൻസിലൊന്നും അല്ല കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണോ അതിൻ്റെ കൂടെ ഒരു 4 എണ്ണം കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ആ 4ാമത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു ചെയിൻ സ്റ്റിച്ചിലായിരിക്കും നമ്മൾ ആ ലീഫ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ലീഫ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ അടുത്തടുത്തായിട്ടാണ് കേട്ടോ ഈ 2 ലീഫും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഡിസ്റ്റൻസ് അതിനനുസരിച്ച് മാറ്റി ചെയ്യാം. പിന്നെ അതിന് ശേഷമുള്ള ഞാൻ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ചെയിൻ സ്റ്റിച്ചും ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലീഫും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.